വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഇൻട്രോയ്ക്ക് വെറൈറ്റി ആയിട്ട് ഒരാളോട് ഉണ്ട് കേട്ടോ, നമ്മുടെ ബിലാൽക്ക. എവിടെ ബിലാൽക്ക? നിങ്ങള് ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ടേ, എവിടെ ബിലാൽ, എവിടെ ബിലാൽ ഷാനെ? കുട്ടികൾക്ക് അടി മേടിക്കണ്ടേ? അപ്പൊ ഓരോ തിരക്കിലാണ് ഗെയ്സ്. രണ്ടട്ടം കൂട്ടിമുട്ടിക്കുള്ള വിടാപ്പാടിലാണ്. അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ചക്കരയും അളിയനും സോഫിത്തായും കുട്ടികളും ആരുമില്ല, നമ്മൾ രണ്ടാളും തന്നെ ഉള്ളൂ. അപ്പൊ രണ്ടാളും രാത്രി കാലിരുന്നിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോണേ? ആരുടെ കേസ്? അപ്പൊ കൊല്ലത്തുനിന്ന് ഉമ്മ എപ്പോഴും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുടിയിരിക്കല് കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് അതൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉമ്മ ഇപ്പൊക്കെ അത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഉമ്മ ഇപ്പൊന്ന് വരുന്നില്ലേ നിജാസെ, റമീസ് വരുന്നില്ല എന്നൊക്കെ. അപ്പൊ റമീസ് എത്തൂല. കാരണം റമീസ് എത്താത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഗൈസ് പെട്ടെന്ന് മുണ്ടിനീരുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ തണ്ടവീക്കം എന്നൊക്കെ പറയാം, തണ്ടവീക്കം എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം പെട്ടെന്ന് അവന് പെട്ടു. പൊരിഞ്ഞ പനിയും ഈ ഒരു മുണ്ടിനീരൊക്കെ ആയിട്ട് പെട്ടിരിക്കുകയാണ് അവന്. കാരണം ഒന്നാമത്തെ കാര്യം ഇത് പകരണ അസുഖമാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവൻ ഈ ഒരു സിറ്റുവേഷനിൽ കുടുങ്ങിയിരിക്കണം. അപ്പോൾ അവന് റെസ്റ്റിലാണുള്ളത്. അപ്പോൾ അവന് വരാൻ കഴിയൂല. അപ്പോൾ ഉമ്മയും ഇപ്പയും വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവര് പരിപാടിയൊക്കെ കൂടി മംഗളമായിട്ട് റാഹത്തായിട്ട് തിരിച്ചുള്ള കോലത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ ഏതായാലും എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രെയിനിനാണ് വരുന്നത്. ട്രെയിൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ബുക്ക് ചെയ്ത്, റമീസ് മുന്നേ തന്നെ ബുക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്കായിട്ട് ട്രെയിനിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അവർക്ക് വന്നിട്ട് നമുക്ക് അവരോട് ചോദിച്ചേക്കാം. അപ്പോൾ ഞാനിങ്ങനെ വിളിക്കലുണ്ടായിരുന്നു. അവിടെ നിന്ന് കേൾപ്പം പിന്നെ ഒക്കെ മൊബൈൽ നമുക്ക് ട്രാക്ക് ചെയ്യാമല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മൾ ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തി, എത്ര മിനിറ്റ് ഡിലേ ആവും, ഏത് പ്ലാറ്റ്ഫോമിൽ നിർത്തും എന്ന് വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോണിൽ കൂടെ ഞാനും റമീസൊക്കെ വിളിച്ചവർക്ക് കൃത്യസമയത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ട്രെയിൻ നമുക്ക് ഉച്ചയ്ക്ക് 1.5 മണിക്ക് വർക്കലെന്നായിരുന്നു ട്രെയിൻ കയറിയപ്പോൾ 2 കാലമായി. ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. ഇവിടെ അതേപോലെ തന്നെ 1/2 മണിക്കൂർ ഡിലേ എന്നാണ് തൃശ്ശൂർ എത്തും വരെ കാണിച്ചത്. പക്ഷെ വടക്കാഞ്ചേരി കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഓടി കയറുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. 8:45 ഇവിടെ എത്തുന്ന പറഞ്ഞത്. അപ്പൊ ഏതായാലും സമയം ഇവിടെ 8:25 ആവുകയാണ്. അപ്പൊ ഏതായാലും നമുക്ക് ലേറ്റ് ആവണം, പോയി വരാം അല്ലേ? പക്ഷെ നമുക്ക് പോയിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് വരാം. ഓക്കെ, അങ്ങനെ അതാ ഉമ്മയും ഇപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബിലാൽക്ക് അതാ ലഗേജ് ഒക്കെ ബാക്കിൽ സെറ്റ് ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖയാത്രയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്തി അല്ലേ? കറക്റ്റ് ടൈമിലെത്തി. അതാ 9 മണി സമയമായപ്പോ അവരോട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? എന്നാ കറിക്കോളി പോവാൻ ടിക്കി അടച്ചില്ലേ? എന്താ ചായ എന്തെങ്കിലും കുടിച്ചോ? കുടിച്ചാ? അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പോണ വഴിക്കേ കുടിക്കാം. ഓക്കെ, അങ്ങനെ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. സുഖയാത്രയായിരുന്നു. ലേറ്റ് ആയി അല്ലേ? അല്ല ഇപ്പൊ ടൈമിലെത്തി. ഇപ്പൊ ഓടി പിടിച്ചല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെതാ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇവരൊക്കെ ഓരോ ചായ കുടിക്കല്ലേ? ചൂട് ചായ കുടിക്കല്ലേ? ഓക്കെ, അപ്പോൾ നല്ല ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നമ്മള് നിർത്തിയിരിക്കണം വരോട് തന്നെ. എന്നാ ഇറങ്ങിക്കോളി, ചായ കുടിക്കാം. ക്ഷീണമൊക്കെ മാറട്ടെ. അവിടെ ഇപ്പൊ വീടെത്തുമ്പോഴും ഉമ്മ ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഏതായാലും വന്ന വഴിക്കൊരു ചായ കുടിച്ചോണ്ട് പോവാ. ഇറങ്ങിക്കോളി. അങ്ങനെ ചായ കിട്ടി, ചായ കുടിക്കുന്നുണ്ട്. ഇതിലൊക്കെ കട്ടനാണ് കേട്ടോ. കട്ടൻ എന്ന് വെച്ചാൽ വെറും കട്ടനല്ല, മിന്റ് കട്ടൻ. അതെ, പ്രമാണിയാണ്, പ്രമാണി. അല്ല, ഇന്ത്യയിലുണ്ട് കേട്ടോ മിന്റ്. കടിയൊന്നും വേണ്ടല്ലോ, വീട്ടിൽ പോയി ഫുഡ് കഴിക്കല്ലേ? വീട്ടിൽ പോയി കടി കഴിച്ചാൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കൽ നടക്കൂല. ഉമ്മ ചിലപ്പോൾ എന്നെ ആട്ടി ഓടിക്കും. ഉമ്മ ഇപ്പൊ വന്നിട്ട് ഫുഡ് കഴിച്ചില്ല പറഞ്ഞിട്ട് എനിക്കാവും എന്നെ തല്ലിട്ടുണ്ട്. ചാടിക്കേ. അങ്ങനെ കിടത്തി. ഒക്കെ ആയിരുന്നു. അങ്ങനെ കിടത്തിട്ടുണ്ട്.
ഓക്കെ ഗേസ്, അങ്ങനെ വീട്ടിലെത്തി. ദാ സാധനങ്ങളൊക്കെ തിന്നുന്നുണ്ട്. ഡേയ് എന്നാ സാപ്പിടുறது? ഓ അപ്പമ്മ വന്നപ്പോ ലൈസൊക്കെ വാങ്ങിക്കൊണ്ടു കുട്ടികൾക്ക്. ഡേയ് ഇത് യാര് വാങ്ങിട്ട് വന്ന്? അത് യാര് தெரியுமா உனக்கு? അത് യാരടാ? അപ്പൊ കുട്ടികളോട് തിന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ് കാര്യമായിട്ടൊരു ഒരു വീതമൊക്കെ ശരി മോനെ. അല്ല ഇങ്ങനെ ഒരു മകനോട് ഉണ്ടുമ്പോ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്നോട് ചോദിച്ചില്ലല്ലോ. അത് ശരി. അപ്പൊ ഗൾഫിൽ നിന്ന് ലീവിന് പറഞ്ഞ പോണമാതിരി തന്നെ ഞാനും വന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. അല്ല ചക്കര കുറച്ചു നേരം നോക്കി ഞങ്ങളെ, പിന്നെ എത്തുന്ന സമയം നോക്കി. ലാസ്റ്റ് പിന്നെ വയറ്റിന്ന് ഇപ്പൊ പിന്നെ ഒരാൾക്കല്ലല്ലോ 2 ആൾക്ക് തിന്നണ്ടേ. അതെണ്ണം കൊണ്ട് ഉള്ളിലത്തെ ആള് ഇങ്ങനെ പറഞ്ഞു തിന്നില്ല ചക്കരെ. അപ്പൊ ചക്കരക്കുള്ള അച്ചാറൊക്കെ എത്തിയിട്ടുണ്ട്. ഈ കവർ ഇവിടെ നിന്ന് കൊണ്ടുവന്ന കവറല്ലേ അങ്ങോട്ട്? ഇവിടെ നിന്നുള്ള കവറ് കൊല്ലത്ത് കൊണ്ടുപോയി ചെറുപ്പളശ്ശേരിന്ന്. അതെന്നെ അറിഞ്ഞത്. കവറേ ഇവിടെ നിന്ന് ചെറുപ്പളശ്ശേരിന്ന് കൊല്ലത്തേക്ക് പോയി, കൊല്ലത്ത് വീണ്ടും ചെറുപ്പളശ്ശേരിക്ക്. അച്ചാറ് അച്ചാറിന്റെ പരിപാടി തുടങ്ങിയാലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. ബിസിനസ് ഐസം പറഞ്ഞാല് ഹാജറാമാസ് അച്ചാർ. ഹാജറമ്മന്റെ പേരിലാകുമ്പോ ഒന്നും കൂടി ഉഷാറാവുക. റസീനമ്മ പറഞ്ഞത് ഇന്നമ്മാരാണ്. ഏതിന് താല്പര്യം ഉണ്ടോ തുടങ്ങാന്? അതിന്റെ ആളാവശ്യമില്ല, തിന്നാനുണ്ടാവുള്ളൂ. ഇത് നമ്മ കടുമാങ്ങേ അച്ചാറും പെരട്ടും ഉണ്ട്. മോനെ അത് മാങ്ങാ പെരട്ടല്ലേ? ഇങ്ങനത്തെ സാധനം ഞാൻ അവിടെ നിൽക്കുമ്പോ കണ്ടിട്ടൊന്നുമില്ലല്ലോ. അല്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നേ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അറിയാ വീഡിയോ ഓഫ് ചെയ്യട്ടെ, എന്നെ ആകെ നാളെ കെടുത്തു. അത് ഉമ്മന്റെ മുന്നിൽ തന്നെ ഉണ്ട്. നല്ല മാങ്ങ അച്ചാറ്. പ്രശ്നമില്ല, ഒന്നുകൂടി കഴിച്ചേ. ഒന്നും കൂടി കഴിച്ചോ. അച്ചാർ എങ്ങനെ ഉണ്ടോ? കൊല്ലത്ത് ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്ക്. ഓക്കെ, അപ്പോ കുട്ടികൾ ഹാപ്പി, ചക്കര ഹാപ്പി, ഹാജറമ്മ ഹാപ്പി, സൗഫിത്താത്ത ഹാപ്പി, എല്ലാരും ഹാപ്പി. അത് എണ്ണ, അത് മുകളിൽ എണ്ണ തെളിഞ്ഞിക്കണതാണ്. കടുവൊക്കെ പൊട്ടിച്ചിട്ട് അതന്നെ പൊട്ടിക്കില്ലേ? ഇവിടെ ഗുളി കഴിക്കണമെങ്കിൽ അച്ചാറ്, ചമ്മന്തി, പുളി ഇതൊക്കെയാണ് മെയിൻ. എല്ലാ ഗുണങ്ങളും സ്വഭാവവും മോൾക്കാണുള്ളത്. ഓക്കെ, എന്നാലൊരു പണി വർത്താനൊക്കെ ഇനി അങ്ങോട്ട് പറയാം. ആദ്യം നിങ്ങള് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം, ചോറുന്നാ. ഓക്കെ, കാരണം അത്ര യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നല്ലേ. ഏതാണ്ട് 6-6.5 മണിക്കൂർ ഇടുന്നില്ലേ? ഇന്നങ്ങോട്ട് വരുന്നുണ്ടോ? വീട്ടിലോട്ട് വരുന്നുണ്ടോ? വരുന്ന കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് വീടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഉമ്മായിപ്പൊക്കെ സേഫായിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അങ്ങോട്ട് വരക്കുണ്ടാവും നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.